ഏപ്രിൽ 18 ദുഃഖവെള്ളി. ക്രിസ്തീയ കലണ്ടറിലെ ഏറ്റവും ആഴമേറിയ ദിവസങ്ങളിൽ ഒന്നാണിത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയും കുരിശിലെ അവൻ്റെ ത്യാഗപരമായ മരണത്തെയും ഇന്ന് നാം അനുസ്മരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിശ്വാസികളുമായുള്ള ആഴമായ ആത്മീയ അർത്ഥവും ധ്യാനവും ആദരവും നിറഞ്ഞൊരു ദിവസമാണിത്. ദുഃഖവും ഗൗരവവും കൊണ്ട് ഈ ദിവസം അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും സന്ദേശം കൂടി വഹിക്കുന്നു. ഇന്ന് നമുക്ക് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നോക്കാം. കുരിശിൽ അവൻ്റെ കൈകൾ വിശാലമായി തുറന്നിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ നേരെ കൈകൾ തുറക്കുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന വികാരം? സന്തോഷം, സ്നേഹം, ആനന്ദം, സ്വാഗതം? അവൻ്റെ കൈകൾ നമ്മിലേക്കും നമ്മുടെ ലോകത്തിലേക്കും വിശാലമായി തുറന്നിരിക്കുന്നു. നമ്മിൽ നിന്ന് അകലം പാലിക്കാൻ വിസമ്മതിക്കുന്ന സ്നേഹമിതാ. ഇത്രയും ഭയാനകമായ കഷ്ടപ്പാടുകളുടെ ഈ ദിവസം സ്നേഹം സങ്കല്പിക്കുക എളുപ്പമല്ല. പലപ്പോഴും ന്യായവിധി, കുറ്റബോധം, ശിഷ്ട, കടം, ത്യാഗം എന്നിവയിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവയെല്ലാം ഇന്നത്തെ കഥയുടെ ഭാഗമാണ്. കുരിശ് വേദനാജനകമായ സത്യങ്ങളുടെ ഒരു സ്ഥലമാണ്. പക്ഷേ കഥ ആരംഭിക്കുന്നത് അവിടെ അല്ല. ഈ ലോകത്തിന് യഥാർത്ഥമായത് നമ്മുടെ പാപമോ തിന്മയോ അല്ല, അത് ദിവ്യ സ്നേഹമാണ്. എന്ത് വില കൊടുത്തും സ്നേഹം നമ്മിലേക്ക് എത്തുന്നു. മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ യേശു വന്നില്ല. പിന്നെയോ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സ് മാറ്റാനാണ് അവിടുന്ന് വന്നത്. നാം നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. പിന്നെയോ ദൈവം നല്ലവനായതുകൊണ്ടാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത്. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നിനും നമ്മെ സ്നേഹിക്കാനുള്ള ദൈവത്തിൻ്റെ നിത്യമായ ആകാംക്ഷ കുറയ്ക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് കുരിശ് നമ്മോട് പറയുന്നു. ദിവ്യ സ്നേഹം ഇവിടെ എന്നേക്കും ദൃശ്യമാണ്. അതിനാൽ നമുക്ക് ഈ സ്നേഹത്തിലേക്ക് അടുക്കാം. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോൾ വർഷത്തിലെ മറ്റേതൊരു ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി സ്വർഗത്തിൻ്റെ സ്നേഹ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ കഷ്ടപ്പാടിലേക്കും മരണത്തിലേക്കും പ്രവേശിക്കാൻ വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന ഈ അവസരം യഥാവിധി ഉപയോഗപ്പെടുത്തുക. പ്രാർത്ഥനാപൂർവം, ധ്യാനാത്മകമായി, മനഃപൂർവ്വം അങ്ങനെ ചെയ്യുക. ഇന്ന് നമുക്ക് പീഡാനുഭവ ചരിത്രം വായിക്കാം. കുരിശിൻ്റെ സ്ഥലങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. ജപമാലയുടെ ദുഃഖകരമായ രഹസ്യങ്ങൾ ചൊല്ലുക. ക്രൂശിത രൂപത്തിലേക്ക് നോക്കുക. ഉപവസിക്കാം. ജാഗരൂകരായിരിക്കാം. ശ്രദ്ധാലുവായിരിക്കാം. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന കൃപയുടെ സമൃദ്ധിക്കായി നമ്മുടെ ഹൃദയം തുറക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന വിശുദ്ധമായ ആ സമയങ്ങളിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആരാധനക്രമം നമുക്ക് ഓർക്കാം. ഇന്ന് യാഥാർത്ഥ്യത്തിൻ്റെ വരവിൽ രൂപങ്ങൾ നിലയ്ക്കുന്നു. ഇന്നത്തെ യാഥാർത്ഥ്യം ഇവിടെയുണ്ട്.
സമയബന്ധിതമായി അത് നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നു. അവൻ്റെ വിശുദ്ധ കുരിശിന് മുന്നിൽ നിൽക്കുക, അവൻ്റെ മുറിവേറ്റ വശത്ത് നിന്ന് അവൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയാൻ അനുവദിക്കുക. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ കരുണയുടെ ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവം പോളച്ചൻ, CSSR from Kerala.